ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രിൻസ്, ഡോക്ടർ ബ്രഹ്മപുത്രൻ സർ, ആദരണീയരായ കോ പാനലിസ്റ്റ്, ആരോഗ്യം എൻ്റെ അവകാശവുമാണ്, എൻ്റെ ഉത്തരവാദിത്വവുമാണ്. ഈ ഹാളിൽ എനിക്ക് തോന്നുന്നു ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രിൻസ് സാറും കൂടെ കാണുമായിരിക്കും. ഡോക്ടറാണെങ്കിൽ കുറച്ചൊരു നിയമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത് പ്രിൻസ് സാറിനും കൂടി ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻ്റെ അവകാശമാകുന്നത്, അതിൻ്റെ ഒരു നാൾവഴി മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പറയും, നമ്മൾ ഈ ഹാളിലിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു റൈറ്റുണ്ട്, അവകാശമുണ്ട്, മൗലിക അവകാശമാണ്, മനുഷ്യാവകാശമാണ് എന്നൊക്കെ. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർക്കറിയാം, എത്രത്തോളം പൊതുജനത്തിനറിയാം ഇത് ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്ന്. ആരോഗ്യം എൻ്റെ അവകാശമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്, എന്താണ് ഒരു സ്റ്റേറ്റ് നമുക്ക് ചെയ്തു തരാനുള്ളത്. അവകാശമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് തത്തുല്യമായ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് കൃത്യമായും ചെയ്തു തരേണ്ടതുണ്ട്. അത് കൃത്യമായി ചെയ്തു തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. കാരണം റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഡോക്ടറെ കാണാനും ഒരു ആക്സസിബിലിറ്റിയും അവൈലബിലിറ്റിയും ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ, ഒരു എമർജൻസി ഒരു കെയർ എനിക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തൊരു ആശുപത്രി അത് സജ്ജമായിരിക്കണം. അവിടെ ഡോക്ടർമാർ കാണണം, നഴ്സസ് കാണണം, പാരാമെഡിക്കൽ സ്റ്റാഫ് കാണണം, മെഡിസിൻ കാണണം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിലും ആദ്യത്തെ ഒരു 24 hours എന്നോട് സാമ്പത്തികമായ കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തരണം. അതുപോലെ മെഡിസിൻസിൻ്റെ കാര്യങ്ങളെല്ലാം, മെഡിസിൻസൊക്കെ എൻ്റെ അവകാശമാണ് എന്ന് ഞാൻ പറയുമ്പോൾ തിരിച്ച് അതിനപ്പുറത്തൊരു സൈഡും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് സ്റ്റേറ്റ് നമുക്ക് തരാനുള്ളത്? ഒരു പബ്ലിക് ഹെൽത്ത് സെക്ടർ ഹോസ്പിറ്റലിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, പ്രൈവറ്റ് ഹെൽത്ത് സെക്ടേഴ്സിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, സോ ദാറ്റ് ആക്സസിബിലിറ്റിയും അഫോർഡബിലിറ്റിയും അവൈലബിലിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യാം. കാരണം നമ്മൾ COVID-19 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടിയാണ് അവിടുത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു പേഷ്യൻറ്റിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകുന്നത്. ആക്ച്വലി COVID-19 എക്സ്പോസ് ചെയ്യുവാണ് ത്രൂ ഔട്ട് ദ വേൾഡ്. ആ ഒരു എക്സ്പോസ്ഡാണ് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ പ്രശ്നങ്ങളും. അത് എത്ര സ്ട്രെയിൻഡാണ് എന്നും, ബേസിക്കായിട്ടുള്ള എമ്യൂണിറ്റീസ് പോലും എത്ര സ്ട്രെയിൻഡായിട്ടാണ് പബ്ലിക്കിന് നമ്മൾ കൊടുക്കാൻ വിധിക്കപ്പെട്ടവർ എന്നും COVID-19 നമ്മൾ പഠിപ്പിച്ചത്. മാത്രമല്ല റൈറ്റ് ടു ഹെൽത്ത് എന്ന് നമ്മളിവിടെ ഓരോരുത്തർ പറയപ്പെടും. ഏറ്റവും കൂടുതൽ ഒരു ആപത്ത് നമ്മളെ നേരിട്ടപ്പോൾ നമ്മളെ റൈറ്റ് ടു ഹെൽത്ത് എന്ന് അല്ല COVID-19 സിറ്റുവേഷനിൽ പറഞ്ഞത്, വാക്സിൻ അപ്പാർത്തിയഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്ന് നമ്മൾ പറയപ്പോൾ അവിടെ നമ്മൾ കണ്ടത് കുറേ ഫാൻസി ടേംസാണ്. പേറ്റൻറ്റ്, വാക്സിൻ്റെ പ്രൈസുകൾ, വാക്സിൻ ഇത് കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചകൾ, എത്രത്തോളം വേവർ ചെയ്ത വാക്സിൻസ് ആൾക്കാരിൽ എത്തിക്കണമെന്ന് പറയുന്ന കുലങ്കക്ഷമായ ചർച്ചകൾ. ആ ചർച്ചകൾക്ക് ഇന്നും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റൈറ്റ് ടു ഹെൽത്ത് എന്നൊന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ചിന്തിച്ചും അതുമായിട്ട് കൂടുതൽ മനസ്സിലാക്കാനുള്ളതും. തീർച്ചയായും അവകാശം എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയൊരു അവകാശമല്ല. റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഒട്ടും ഒരു പുതിയൊരു അവകാശമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒരുപാട് തവണ പറഞ്ഞ് ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിലെല്ലാം എഴുതി മടുത്തൊരു കാര്യമാണ് റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിലുണ്ട്. പലപ്പോഴും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് റൈറ്റ് ടു ഹെൽത്ത് ആദ്യം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ ILO പോലുള്ള നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ലീഗ് പോലുള്ള ഓർഗനൈസേഷൻസ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് തൊട്ട് നമുക്ക് മനസ്സിലാക്കുന്നു റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്ന് പറയുന്നത് കൃത്യമായും അത് റെക്കോർഡ് ചെയ്തു പോകുന്നുണ്ട്.
അതുപോലെ തന്നെ WHO ഹെൽത്തിൻ്റെ ഡെഫിനേഷനും അതുപോലെ അവരുടെ പ്രയോറിറ്റീസും 2000 ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും എന്ന് പറയുന്ന ഒരു പ്രൈമറി ഹെൽത്ത് കെയർ ഫോർ ഓൾ എന്ന് പറയുന്ന കാര്യങ്ങളും എല്ലാം WHO കൊണ്ടുവരുന്നു. ഇതിന് സമാന്തരമായി തന്നെ നമ്മൾക്ക് കാണുന്നു റൈറ്റ് ടു ഹെൽത്തിൻ്റെ ക്ലാരിറ്റി ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിൽ, ഒരുപാട് ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിൽ, ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ് ഫോർ സിവിൽ ആൻഡ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും ഇൻ്റർനാഷണൽ കവനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിലുമൊക്കെ റൈറ്റ് ടു ഹെൽത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് റൈറ്റ് ടു ഹെൽത്ത്? സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ അവകാശം, കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ അവകാശം, അതുമാത്രമല്ല ഒരു ക്ലീൻ എൻവയൺമെൻറ്റ്, പ്രോപ്പർ സാനിറ്റേഷൻ, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ ന്യൂട്രീഷൻ, ഇതെല്ലാം പറയുന്നുണ്ട്. ആദ്യം ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പോലെ തന്നെ അത് മാത്രവുമല്ല അതിലെ ഡോക്യുമെൻറ്റ്സിലുമൊക്കെ പറയുന്നുണ്ട് റൈറ്റ് ടു ഹെൽത്തിൻ്റെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എലമെൻസിനെ കുറിച്ചും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൺവെൻഷൻ ഓഫ് റൈറ്റ്സും, ആഫ്രിക്കൻ ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും, കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളുടെ അതുപോലെ അവകാശങ്ങൾ, കൺവെൻഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ, അവിടെ എല്ലാം നമുക്ക് റൈറ്റ് ടു ഹെൽത്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ആർക്കാണ് ഈ നമുക്ക് എന്ന് പറയുമ്പോൾ ഇത് വായിക്കുന്നവർക്കാണ് ക്ലാരിറ്റി ഉള്ളതല്ലേ? സമൂഹത്തിന് ഇത് എത്രത്തോളം ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് റൈറ്റ് ടു ഹെൽത്ത് ഇറ്റ് ഈസ് കോഡിഫൈഡ് ഇൻ ഓൾ ദ ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സ്. കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, റൈറ്റ് ടു ഹെൽത്ത് അവിടെ ഉണ്ട്. പക്ഷെ ആ ഡോക്യുമെൻറ്റ്സിൽ മാത്രമല്ല റൈറ്റ് ടു ഹെൽത്ത് വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും റൈറ്റ് ടു ഹെൽത്ത് ആവശ്യമാണ്, അവകാശമാണ്. ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്കിത് നമ്മൾ ഓരോരുത്തരും അത് എൻഷുർ ചെയ്യാനുള്ളതും റിയലൈസ് ചെയ്യാനുള്ളതുമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ളത്. കൃത്യമായും ഹെൽത്ത് പോളിസീസ് നമുക്ക് വേണം. അതുപോലെ ബഡ്ജറ്റിൽ, കാരണം റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ബഡ്ജറ്റ്, റിസോഴ്സസ് ഡിപ്പെൻഡഡ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ വേണമെങ്കിൽ ബഡ്ജറ്റ് വേണം, റിസോഴ്സസ് വേണം. ബെഡ്സ് വേണമെങ്കിലും നമ്മളിപ്പോൾ പറയും WHO പറയുന്നു 1:3 എന്ന് പറയുന്ന റേഷ്യോ പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ മസ്റ്റ് ബി എൻ ഇൻഫ്രാസ്ട്രക്ചർ, ദർ മസ്റ്റ് ബി എ ഹ്യൂമൻ റിസോഴ്സസ്. ഇതിനെല്ലാം റിസോഴ്സസ് ആവശ്യമാണ്. സോ ബഡ്ജറ്ററി അലൊക്കേഷൻ അത് നമ്മൾ കൃത്യമായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രവുമല്ല ഹെൽത്ത് ഇൻഫർമേഷൻ, നമ്മൾ റൈറ്റ് ടു ഹെൽത്തിൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് നമ്മളോട് ഇൻഫർമേഷൻ ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഇൻഫർമേഷൻ കൊടുക്കണം എന്നതാണ്. മെഡിക്കൽ റെക്കോർഡ്സ് റൈറ്റാണ്. എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ പേഷ്യൻസിന് നമ്മൾ പ്രാപ്തരാണ് കൊടുക്കാനായിട്ട്, നമ്മൾ കൊടുത്തിരിക്കണം, എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് കെയർ പേഷ്യൻസും ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻസ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ഓരോ ശാഖകളിലും ഈ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോകുന്നുണ്ട്. അതുമാത്രമല്ല എത്രത്തോളം ആൾക്കാർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, എത്രത്തോളം ആൾക്കാർ ഈ ഹെൽത്ത് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആണ്, എത്രത്തോളം ഹോസ്പിറ്റൽസ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ സജ്ജമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ റൈറ്റ് ടു ഹെൽത്തിൻ്റെ കമ്പോണൻസിൽ വരുന്നതാണ്. അപ്പോൾ റൈറ്റ് ടു ഹെൽത്തിന് രണ്ട് കമ്പോണൻസാണ് യഥാർത്ഥത്തിലുള്ളത്. റൈറ്റ് ടു ഹെൽത്ത് കെയറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഡിറ്റർമിനൻസ് നമ്മൾ പറയുന്ന പോലെ തന്നെ എൻവയൺമെൻറ്റും, ക്ലീൻ എൻവയൺമെൻറ്റും, ക്ലീൻ വാട്ടർ, ക്ലീൻ ന്യൂട്രീഷ്യസ് ഫുഡ്, ഇതെല്ലാം വരും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് റൈറ്റ് ടു ഹെൽത്ത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ഈ റൈറ്റ് ടു ഹെൽത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിൽ മാത്രമല്ല നമ്മൾ എപ്പോഴും കേൾക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒക്കെ കൃത്യമായ ബാധ്യതയുണ്ട് ഇത് നമുക്ക് റൈറ്റ് ടു ഹെൽത്ത് എൻഷുർ ചെയ്യാനും റിയലൈസ് ചെയ്യാനും. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് സുപ്രീം കോടതികളുടെ വിധികളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി വിധി തന്നെ നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ, ദാറ്റ് ഈസ് എ മൗലികാവകാശം, ദാറ്റ്സ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എവറി പേഷ്യൻറ്റ്. അത് 1980 ആദ്യമായി സുപ്രീം കോടതി പറഞ്ഞതാണ്. റൈറ്റ് ടു ഹെൽത്ത് ഓരോരുത്തരുടെയും മൗലികാവകാശം എന്ന് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 5-6 ദിവസം മുമ്പ് സുപ്രീം കോടതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാലിയേറ്റീവ് കെയർ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എവറി പേഷ്യൻറ്റ്. So make the patient's life more easier, more at ease എന്ന് എടുത്ത് സുപ്രീം കോടതി പറഞ്ഞപ്പോഴത്തേക്ക് അത് തീർച്ചയായും
റൈറ്റ് ടു ഹെൽത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡയമെൻഷനിലോട്ടാണ് കോടതികൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു സൈഡിൽ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റാണ്, റൈറ്റ് ടു ഹെൽത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റ്സിൽ റൈറ്റ് ടു ഹെൽത്ത് പ്രതിപാദിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഹെൽത്ത് പ്രതിപാദിക്കുന്നുണ്ട്, സുപ്രീം കോടതി റൈറ്റ് ടു ഹെൽത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് പ്രശ്നം? എവിടെയാണ് നമുക്ക് പ്രശ്നം? ഇത് മാത്രമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഇത് ഏറ്റവും നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ഇന്നലെ റീജിയണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത്, WHO റീജിയണൽ ഡയറക്ടർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. റീജിയണൽ ഡയറക്ടർ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് കെയർ സർവീസസ് എത്രത്തോളം ആക്സസിബിൾ ആണ് ആൾക്കാർക്ക്. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഷീ പോസ്റ്റ്. രണ്ടാമത് അവർ പറയുന്നത് അവർ ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പ്രതിപാദിച്ച കണക്ക് COVID-19 സിറ്റുവേഷനാണ്. മൂന്നാമത് അവർ പ്രതിപാദിച്ചത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന വയലൻസാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന വയലൻസാണ്. ആ വയലൻസ് ഏറ്റവും കൂടുതൽ ഓരോ ദിനം പ്രതി കൂടുന്നു എന്നാണ് WHO റീജിയണൽ ഡയറക്ടർ പറയുകയും അതിലും ഒരു ജെൻഡർ ഡയമെൻഷൻ ഡയറക്ടർ കൊണ്ടുവരുന്നുണ്ട്. ജെൻഡർ ഡയമെൻഷൻ എന്ന് പറയുന്നത് WHO റീജിയണൽ ഡയറക്ടർ പറയുന്നത് സ്ത്രീകൾക്ക് അസുഖം വന്നാൽ ഒന്ന് മടിക്കും, ഒന്ന് ആക്സസ് ഹെൽത്ത് കെയർ സർവീസസ് ഒന്ന് ആക്സസ് ചെയ്യാൻ ഒന്ന് മടിക്കും. അവർ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ കാര്യം കഴിയട്ടെ, എൻ്റെ കുട്ടിയുടെ കാര്യം കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഹെൽത്ത് കെയർ സർവീസസ് അവെയിൽ ചെയ്യുന്നത്. ഇത് ഒരു ജെൻഡർ ഹെൽത്ത് ഡിസ്പാരിറ്റി എന്നൊരു കോൺസെപ്റ്റിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മാത്രവുമല്ല ജെൻഡർ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് ഡയഗ്നോസിസിലും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ വളരെ കൂടുതലെന്നാണ് റീജിയണൽ ഡയറക്ടർ പറയുന്നത്. മാത്രവുമല്ല ഏറ്റവും കൂടുതൽ വൾണറബിൾ സെക്ടേഴ്സ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു വന്നത് തന്നെ ആക്സസിബിലിറ്റി, അവൈലബിലിറ്റി എന്നീ പറയുന്ന ഫ്രേസസിലാണ്. പക്ഷേ ഇതെല്ലാം ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നു എന്നതാണ് ഫിഗേഴ്സ് ചൂണ്ടിക്കാണിച്ച്, ഏറ്റവും ലേറ്റസ്റ്റ് ഫിഗേഴ്സ് ചൂണ്ടിക്കാണിച്ചിട്ട് WHO ഡയറക്ടർ നമ്മളോട് പറയുന്നത്. അത് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഒരു സ്റ്റിഗ്മയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസേബിൾഡ്, ഡിഫറൻഷ്യലി ഏബിൾഡ്, മെൻ്റലി ഡിസേബിൾഡ്, അതുപോലെ ഏതെങ്കിലും വൾണറബിൾ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട് എന്നൊരു കാര്യവും കൂടെ നമ്മളോട് ഇന്നലെ WHO ഡയറക്ടർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ WHO പാരിറ്റി സ്റ്റാൻഡേർഡ്സിൽ വരുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു ഉൾക്കാഴ്ചയും നമ്മളോട് ഷെയർ ചെയ്തിട്ടാണ് ആ വാർത്താക്കുറിപ്പ് ഇന്നലെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളോട് തന്നെ ചോദിക്കാനുള്ളത്, ഇനി എത്ര നാൾ നമ്മൾ ഈ റൈറ്റ് ടു ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു നടക്കും? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ ഇത് റൈറ്റ് ടു ഹെൽത്ത് ആണ് എന്ന്? കാരണം പെട്ടെന്നൊരു എമർജൻസി വന്നാൽ എൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ എനിക്ക് പോകാൻ പറ്റുമോ? അത് എക്യുപ്ഡ് ആണോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു എമർജൻസി പ്രശ്നം വന്നാൽ, ഒരു ട്രോമ വന്നാൽ കാരണം റൈറ്റ് ടു ഹെൽത്ത് പറയുന്ന എല്ലാ ഹോസ്പിറ്റൽസും എക്യുപ്ഡ് ആയിരിക്കണം. ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ പോകണം. ഇനി ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡോക്ടർ വിളിച്ചു പറയാതെ, എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഇല്ലാതെ, എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ വിളിച്ചു പറയാതെ ഇസ് മൈ കണ്ടീഷൻ വെരി ഫേവറബിൾ, എനിക്കെല്ലാ ഇൻഫർമേഷൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. എൻ്റെ അവകാശമാണെന്ന് പറയാതെ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരമായ ഒരു സ്വർഗമാണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളോട് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹാലീസ് കോമറ്റ് പോലെയാണ്. വല്ലപ്പോഴും ഒരു ഇൻസിഡൻറ്റ് വന്നാൽ, ഒരു ഹാലീസ് കോമറ്റ് പോലെ റൈറ്റ് ടു ഹെൽത്ത് ഉണ്ടെന്ന് പറയും. ഒരു എമർജൻസി ക്രൈസിസ് വന്നാൽ, ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പോൾ ഈ
വാർത്താശകലങ്ങൾക്ക് വരുമ്പോഴത്തേക്കെല്ലാം നമ്മൾ അവെയറാണ് റൈറ്റ് ടു ഹെൽത്ത്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് വന്നാൽ അപ്പോഴേ നമ്മൾ പറയും റൈറ്റ് ടു ഹെൽത്ത് ആണ്. പക്ഷേ ഒരു ഹാലീസ് കോമ്പറ്റ് പോലെ വല്ലപ്പോഴും ഒന്ന് മിന്നിത്തെളിയുന്ന ഒരു അവകാശമല്ല റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരിലും നമ്മുടെ ജനിച്ചു വീഴുന്ന ആ നിമിഷം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ അവകാശമാണ് നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത്. അതുമാത്രവുമല്ല ഒത്തിരി റെസ്പോൺസിബിലിറ്റി കൂടെയുണ്ട്. കാരണം ഗൂഗിൾ ചെയ്യാതെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ, അത് ഫിസിഷ്യൻ ആയിരുന്നാലും കാർഡിയോളജിസ്റ്റ് ആയിരുന്നാലും ഡെൻറ്റൽ സർജൻ ആയിരുന്നാലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അപ്പോഴേ ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഈ കാലഘട്ടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. കാരണം ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും അടുത്ത ഡോക്ടർ എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ചെയ്ത് ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടൊരു സിറ്റുവേഷനിലായിപ്പോവും. ഒരു നെഞ്ചുവേദന വന്നാൽ ഞങ്ങളതിനെ വലിയ വലിയ അസുഖങ്ങളാക്കി മാറ്റുന്നത്. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വിച്ച് വി ഷുഡ് സേ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡേ, ബിക്കോസ് ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മീറ്റ് എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ക്ലിയർ ഇറ്റ് ഔട്ട് ദെൻ ആൻഡ് ദെയർ ഇറ്റ് സെൽഫ്. അതുപോലെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയും അതൊരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജിൽ പറയുന്നതും അത് ഒരു മയത്തിൽ പറയുന്നതും തെറ്റിദ്ധരിപ്പിക്കാതെ പല ലാബ് ടെസ്റ്റുകളും നടത്താതെ നമ്മളെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഹെൽത്തിനെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എത്തിക്കൽ ഡ്യൂട്ടിയും എവറി ഡോക്ടറിനും അതുപോലെ തന്നെയുള്ള സ്റ്റാഫിനും ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടും ഈ റെസ്പോൺസിബിലിറ്റിയിലുണ്ട്. മാത്രവുമല്ല നമ്മൾ മൂവ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ എറയിലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ എത്രത്തോളം നമുക്ക് കൂടുതൽ പേഷ്യൻ്റ് ഫ്രണ്ട്ലി, കൂടുതൽ റൈറ്റ്സ് അസേർട്ടീവ് ആകാമെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദൂരത്തിൽ നിന്ന് പോലും നേരത്തെ 10 വർഷം മുമ്പ് ചിത്രയൊക്കെ വികസിപ്പിച്ചെടുത്ത ടെലിമെഡിസിൻ പോലുള്ള അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡയമെൻഷനിലോട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതെങ്ങനെ റൈറ്റ് ടു ഹെൽത്തിനെ കുറച്ചുകൂടെ ആൾക്കാരിൽ പേഷ്യൻസിലും ദ നീഡിയിൽ എത്തിക്കാമെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ റൈറ്റ് ടു ഹെൽത്ത് എൻ്റെ അവകാശമാണെന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നും ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ വീണ്ടും അസേർട്ട് ചെയ്യാതെ അത് റിയലൈസ് ചെയ്യുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമെന്നും ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.